ഹലോ, ഞാൻ സഫ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്റ്റഡി വ്ളോഗ് പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. സ്റ്റഡി വ്ളോഗ് അല്ല, ശരിക്കും ഞാൻ എക്സാമിൻ്റെ സമയത്ത് കുറച്ച് ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനെങ്ങനെയാണ് പഠിക്കുന്നത്, എൻ്റെ പഠിക്കുന്നതിൻ്റെ ഹോൾ പ്രോസസ്സൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന കാര്യങ്ങളും ഷെയർ ചെയ്യാം. പഠിക്കുന്ന ടെക്നിക്ക്, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ആപ്സൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഹോൾ സ്റ്റഡിയിങ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ സിലബസ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ എത്രത്തോളമാണ് കവർ ചെയ്യേണ്ടതെന്ന്, ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നൊരു പേപ്പറിൽ എഴുതി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രിൻ്റ് ചെയ്യുക. ഞാനിങ്ങനെ ചെയ്യാൻ കാരണം നമുക്ക് എത്രത്തോളം കവർ ചെയ്യാനുണ്ടെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ പോർഷൻസ് കവർ ചെയ്യുന്നതോറും നമ്മളിപ്പോൾ ഹാഫ് കംപ്ലീറ്റ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇത്രയും കൂടെ ഉള്ളൂ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ ഉള്ള നോട്ട്സ് നമ്മളെ കയ്യിലുണ്ടോ എന്നൊക്കെ നോക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യുന്ന ബുക്സ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. മീൻസ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ബുക്സ് നമ്മളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാലല്ലേ പിന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ബുക്സോ ഗൈഡ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക ചെയ്യുക. അല്ലെങ്കിൽ കോളേജ് ലൈബ്രറിയിൽ നിന്നും എടുക്കും കേട്ടോ. പിന്നെ ബുക്സൊക്കെ കിട്ടിയതിൻ്റെ ശേഷം ചെയ്യാറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കലാണ് കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. പിന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ചെറിയ ഷീറ്റിലോ നോട്ടിലോ എന്തെങ്കിലും എഴുതി വെക്കുക. നമുക്കപ്പോൾ ഇത് ലാസ്റ്റ് മിനിറ്റിലൊക്കെ റെഫർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഹോൾ ബുക്ക് മറിച്ച് നോക്കുന്നതിലും നല്ലത് ബ്രീഫായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മെമ്മറി ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് വായിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കുക. അത് ഓരോ മൊഡ്യൂളിൻ്റെ ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെത് ഡിഫറെൻറ്റ് പേജസിലായിട്ട് എഴുതുക. അപ്പോൾ റെഫർ ചെയ്യാൻ ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് പറയുന്നതിൻ്റെ മുന്നേ എനിക്കൊരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. 3 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പുതിയ സ്കിൽസ് പഠിക്കാനും അതുപോലെ തന്നെ പുതിയ ഹോബീസ് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന ഹെൽപ്ഫുൾ ആവുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് യെല്ലോ ക്ലാസ് എന്ന് പറയുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഡാൻസിങ്, കുക്കിംഗ് അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട് കേട്ടോ യെല്ലോ ക്ലാസ്സിൽ. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, ബേസിക് സയൻസ് അങ്ങനെയുള്ള സബ്ജക്ട്സിലും യെല്ലോ ക്ലാസ്സിൽ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ബെസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സസും ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഒരുപാട് സെലിബ്രിറ്റി മെൻറ്റേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. ഈ ഹോബീസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ ഡിഫറെൻറ്റ് കോൺടെസ്റ്റുകൾ നടത്താറുണ്ട്. നല്ല പ്രൈസുകളാണ്. ഐപാഡ്, പിന്നെ ആപ്പിളിൻ്റെ തന്നെ ലാപ്ടോപ്പ്, അങ്ങനെയുള്ള പ്രൈസസാണ് ഇവർ തരുന്നത്. അപ്പോൾ എല്ലാ മന്തും ഇങ്ങനെയുള്ള കോൺടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഈ മന്തിലെ കോൺടെസ്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1 lakh rupees വേർത്തുള്ള ഒരു ആപ്പിൾ ലാപ്ടോപ്പാണ്. അപ്പോൾ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി യെല്ലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. ഈ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾറെഡി എലിജിബിൾ ആവും, കോൺടെസ്റ്റിൽ എൻ്റർ ആയി. അപ്പോൾ ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നോക്കുക, കോൺടെസ്റ്റിലൊക്കെ എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് നമ്മളുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ പോമോഡോറോ ടെക്നീക്കിനെ കുറിച്ച് പറയാം കേട്ടോ. എനിക്ക് പഠിക്കാൻ മോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ ടെക്നീക്കാണ്. ഇത് നമ്മൾ 25 മിനിറ്റ്സ് സെറ്റ് ചെയ്യും. വർക്ക് ചെയ്യാൻ 25 മിനിറ്റ്സ് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വരുന്ന 5 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് ആയിട്ട് എടുക്കും. എന്നിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതൊരു ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു നമുക്ക് ബോറൊന്നും തോന്നില്ല. കാരണം 25 മിനിറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയമാണെന്നുണ്ടെങ്കിലും വേഗം ബ്രേക്ക് എടുക്കാൻ പറ്റുന്നത് കാരണം നമ്മളെ തന്നെ ആ 25 മിനിറ്റ്സ് ഫുള്ള് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാൻ പുഷ് ചെയ്യും. കാരണം ഇനി ഇത്രയും മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം കാരണമായിരിക്കാം എനിക്ക് ഇത് മോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന 25 മിനിറ്റ്സിന് ഉണ്ടല്ലോ, ആ ഒരു സെഷനെയാണ് നമ്മൾ 1 പോമഡോറോ എന്ന് പറയുക കേട്ടോ. അപ്പോൾ 1 പോമഡോറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. എന്നിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോമഡോറോ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 5 മിനിറ്റ്സ് ബ്രേക്ക് മാത്രം വെച്ചിട്ട് ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ 4 പോമഡോറോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 20 to 30 മിനിറ്റ്സ് വരെ ബ്രേക്ക് എടുക്കാം കേട്ടോ. അതായത് ഒരു 125 മിനിറ്റ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 to 30 മിനിറ്റ്സ് വരെ ബ്രേക്ക് എടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ടൈമർ വെച്ച് പഠിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സ്റ്റഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വ്ളോഗ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. റിയൽ ടൈമിൽ അവർ പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്കിരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ലൈവായിട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഈ 2 hours ഒക്കെ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ അവരെ കണ്ടുകൊണ്ട് പഠിക്കുന്നതും ഒരു ഓപ്ഷനാണ്. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ, കാരണം അവർ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അതിൻ്റെ കൂടെ മോർ പ്രൊഡക്റ്റീവ് ആവാനും മോട്ടിവേറ്റ് ആയിട്ട് പഠിക്കാനൊക്കെ തോന്നും. ബട്ട് ഒരുപാട് ഡാറ്റ പോകുന്നൊരു പരിപാടിയാണത്. അപ്പോൾ ടൈമർ വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഫോണൊക്കെ എടുത്ത് നോക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് പറഞ്ഞുതരാം. ഫോറസ്റ്റ് എന്നാണ് കേട്ടോ ആപ്പിൻ്റെ പേര്. ആ ആപ്പിനകത്ത് നമുക്ക് നമ്മളുടേതായ ഒരു ഫോറസ്റ്റ് ഉണ്ട്. അതിൽ മരങ്ങൾ നട്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. മരങ്ങൾ നടുന്നത് നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ടാണ്. ഒരു പ്ലാന്റ് ഗ്രോ ആവാൻ എത്ര മിനിറ്റാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നമ്മൾക്ക് ടൈമർ സെറ്റ് ചെയ്യാം. 10 മിനിറ്റ് മുതൽ 120 വരെ എന്തോ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് ടൈപ്പ് ട്രീ ആണ് വെക്കേണ്ടതെന്നും ഒക്കെ അതിൽ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീ ഗ്രോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ആപ്സ് ഒന്നും തുറക്കാൻ പറ്റില്ല. തുറന്നു കഴിഞ്ഞാൽ തന്നെ ആ ട്രീ കേടുവന്നു പോകും. അപ്പോൾ നമ്മളുടെ ഫോറസ്റ്റിൽ ഒരു കേടുവന്ന ട്രീ ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളുടെ ഫോറസ്റ്റ് ഫുൾ ഗ്രീൻ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ആപ്പിലേക്കൊന്നും പോകാൻ പാടില്ല. ആ ട്രീ ഗ്രോ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യല്ല, ആ സമയത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുക അല്ലാണ്ടെങ്കിൽ പഠിക്കുകയായിരിക്കണം കേട്ടോ. നമുക്ക് നമ്മളുടെ പ്രോഗ്രസ് എത്ര മണിക്കൂർ ഫോക്കസ്ഡ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് അതിൽ ട്രാക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതാണ് നമ്മളുടെ ഫോറസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. ഒരു റൂമിൽ തന്നെ ഒരുപാട് നേരം ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മടുപ്പ് വരും. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറിയിരിക്കുക. വീട്ടിൽ തന്നെ ജസ്റ്റ് സ്ഥലം മാറുക. നമ്മൾ പഠിക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് മാറിയിരിക്കുക. ഒന്നെങ്കിൽ ഇതുപോലെ പുറത്തൊക്കെ പോവാം. ഒരുപാട് സമയമുണ്ട് പഠിക്കാനെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ പോകേണ്ടേ ഉള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം പഠിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. പിന്നെ പുറത്താകുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ നല്ലത്. നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നല്ല സീനറിയിലൊക്കെ നല്ല വ്യൂവിലൊക്കെ ഇരുന്ന് പഠിക്കാൻ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ പോവാം. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ലിസ്റ്റിലുള്ളതാണ് കമ്പൈൻഡ് സ്റ്റഡി. കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചിരിയാണ്, കാരണം ആരും പഠിക്കില്ല എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ കമ്പൈൻഡ് സ്റ്റഡി ശരിക്കും നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. കാരണം കുറേയൊക്കെയുള്ള നമ്മളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി കിട്ടും. നമ്മൾ ആദ്യം സ്വന്തമായിട്ട് വായിച്ച് കുറേയൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം മാത്രമേ കമ്പൈൻഡ് സ്റ്റഡി കൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. കാരണം കമ്പൈൻഡ് സ്റ്റഡിക്ക് പോയി കഴിഞ്ഞാൽ അധികവും നമുക്ക് പരസ്പരം ഉള്ള സംശയങ്ങളും എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലായ ആൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴൊക്കെയാണ് കമ്പൈൻഡ് സ്റ്റഡി ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ട് കമ്പൈൻഡ് സ്റ്റഡിക്ക് പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു ഉപകാരം ഇല്ലാണ്ടായി പോകും. അപ്പോൾ ആദ്യം സ്വന്തമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വായിച്ച് നോക്കിയതിൻ്റെ ശേഷം മാത്രം കമ്പൈൻഡ് സ്റ്റഡിക്ക് പോയി കഴിഞ്ഞാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്നിട്ട് ഡൗട്ട്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് അതവിടെ പറയാം. അപ്പോൾ അതറിയുന്ന ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തു തരും. അങ്ങനെയാണ് നോർമലി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറ്. നെക്സ്റ്റ് പോയിന്റ് നമ്മളുടെ ഇൻ്റർനെറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡൗട്ട് ക്ലിയറിങ്ങിന് ബെസ്റ്റ് യൂട്യൂബാണ്. അപ്പോൾ ആർക്കും അറിയാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക, എന്തായാലും ഉത്തരം കിട്ടും. അധികം മലയാളത്തിൽ തന്നെ അധികം എല്ലാത്തിൻ്റെയും ക്ലാസ് കാണാറുണ്ട്. അതില്ലെങ്കിൽ വേറെ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് എന്തായാലും കിട്ടാറുണ്ട് കേട്ടോ. കമ്പൈൻഡ് സ്റ്റഡി, ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ നല്ലത്. കാരണം അതൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണ് നല്ലത്. അപ്പോൾ അറിയുന്ന പോർഷൻസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കവർ ചെയ്യാൻ നമുക്ക് അപ്പോഴേ പറ്റുള്ളൂ. ഇത് മേ ബി പലർക്കും പല പോലെ ആയിരിക്കും, ബട്ട് എനിക്ക് മോർ എഫിഷ്യൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഡിസ്ട്രാക്ഷൻസൊക്കെ കുറയും. അതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ടുള്ളിടത്ത് ഇരുന്ന് പഠിക്കുക, ലൈബ്രറി പോലെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ റൂം ലോക്ക് ചെയ്തിട്ടോ അങ്ങനെ ഇരുന്ന് പഠിക്കുകയാവും നല്ലത്. ഈ പോയിൻ്റ് പ്രോബ്ലം പേപ്പേഴ്സിനൊക്കെ ആവും കേട്ടോ യൂസ്ഫുൾ ആവുക. നമുക്ക് പ്രോബ്ലം പേപ്പേഴ്സിൽ വരുന്ന ഇക്വേഷൻസൊക്കെ ഒറ്റ ഷീറ്റിൽ ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ കയറുമ്പോൾ നോക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ ഈ ചെയ്യുന്നത്. പ്രോബ്ലംസൊക്കെ ഉള്ള സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിലുള്ള പ്രോബ്ലംസ് എന്തായാലും നമ്മൾ എഴുതി ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു പോവുക, അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ നമ്മൾ വായിച്ച് പോയാൽ മതി എന്നൊക്കെ വിചാരിക്കും, ബട്ട് എന്തെങ്കിലുമൊക്കെ മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പേപ്പറിൽ എഴുതി ചെയ്ത് പഠിക്കുക തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ആരും യെല്ലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.